അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നമ്മുടെ മലബാറായുടെ കുഞ്ഞിപ്പത്തിലൊക്കെ പോലെ ഇരിക്കും. പക്ഷെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. എപ്പോഴും ഈ ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ച് മടുപ്പുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടാവും. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിൽ അരക്കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് കഴിക്കുമ്പോൾ ഒരു രസമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിരുമ്മിയെടുക്കാം. ഇത് ഏകദേശം ഒരു വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 പേർക്ക് എന്തായാലും കഴിക്കാനുണ്ടാവും. ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുണ്ടാവും. അതിന്റെ അളവാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് കൈവച്ച് തിരുമ്മിയെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ് കാണാനായിട്ട്. നമുക്ക് ഒരുപാട് നേരം ഒന്നും വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ കുറച്ചായിട്ട് സാധാ വെള്ളം ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണം ആ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഞ്ഞിപ്പത്തിലിന് ചെയ്യുന്ന പോലെ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. മാക്സിമം ചെറുതെടുക്കാൻ നോക്കുക. അപ്പോഴാണ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. മസാലയൊക്കെ നന്നായിട്ട് പെരണ്ടിരിക്കും. എന്നിട്ട് ഇതേപോലെ നമുക്ക് വിരൽ വെച്ച് ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ ഒന്ന് എല്ലാം ചെയ്തെടുക്കുക. അപ്പൊ അത് ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ കുറച്ച് അധികം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത് 3 ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചു തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉരുട്ടിയത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇളക്കരുത്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ. അത്രയും നേരം മതി വേവാനായിട്ട്. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചു. അതേപോലെ തന്നെ അതിന്റെ സൈസും കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് അതിനുശേഷം ഇതിന് വേണ്ട മസാല ഉണ്ടാക്കണം. അപ്പൊ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ ചെറിയ ജീരകമാണ്. അത് ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. അതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പൊ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2-3 എത്ര വേണേലും ചേർക്കാം. കാരണം ഇത് അത്യാവശ്യം നല്ല എരിവ് വേണം. കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ മാത്രം എരിവ് കുറച്ചാൽ മതി. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ എന്റെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് തക്കാളി അരച്ചതാണ്. 2 കുഞ്ഞു തക്കാളിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി ആണെങ്കിൽ 1 മതി. അത് നന്നായിട്ട് അരച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 മിനിറ്റ് തക്കാളിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് പൊടികൾ ഇടാനായിട്ട്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾ കുറെ ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കുറക്കണം, അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മുളകിന്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
കാശ്മീരി മുളക് പൊടി ചേർക്കുവാണെങ്കിൽ കാണാൻ നല്ല കളർ ഉണ്ടാവും, പക്ഷെ എരിവ് കുറവായിരിക്കും. ഇവിടെ മോൻ കഴിക്കണോണ്ടാണ് ഞാൻ കാശ്മീരി കൂടുതലായിട്ട് എടുക്കാറുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മസാലയുടെ പച്ചമണക്കം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ ആ ബോൾസ് വേവിച്ചിട്ടുള്ള വെള്ളം 1/2 കപ്പ് ഒഴിച്ചാലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലോണം ഇഷ്ടമാവും, കാരണം കാണാനും നല്ല രസമാണ്, അതേപോലെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് എരിവ് നോക്കിയിട്ട് അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ കൊടുക്കാൻ നോക്കിയാൽ മതി. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കാരണം മസാല നല്ല പോലെ ഇതിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആട്ടപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കിഡിലെ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.